ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചൈനീസ് അനിമേറ്റഡ് സീരീസ് ആയ സീസർ 7ന്റെ സീസൺ 1ലെ അവസാനത്തെ എപ്പിസോഡാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്ന് വീഡിയോസ് ചെയ്യാൻ എന്നെ എൻകറേജ് ചെയ്യുന്നത്. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഈ അനിമിയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സീസർ 7 സീസൺ 1 എപ്പിസോഡ് 10. ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബോഡി ഗാർഡ് കൊടുത്ത മിഷൻ ഹീറോയും ഏറ്റെടുത്തിട്ട് ഇതിൽ ഞാൻ ചിലപ്പോൾ മരിക്കാൻ വരെ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഡൈബോ നമ്മൾ ഈ മിഷൻ ഏറ്റെടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ടാവും. അത് കേൾക്കുമ്പോൾ ഹീറോ സാധാരണ മിഷൻസിനെ കുറിച്ചുള്ള ഡിസിഷൻസ് ഒക്കെ നീയാണ് മേക്ക് ചെയ്യാറ്, എന്നാ ഇത് എന്റെ തീരുമാനമാണ്, എനിക്ക് തിരികെ പോയി അവനുമായി ഫൈറ്റ് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ഡൈബോ ആണെങ്കിൽ നിനക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഹീറോ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാതെ എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിക്കുന്നുണ്ടാവും. അത് കേൾക്കുന്ന സമയത്ത് ഡൈബോയും ഒരു ഫ്ലാഷ് ബാക്ക് ചിന്തിക്കുന്നുണ്ടാവും. അവന്റെ ഫ്രണ്ട് ഞാൻ കിങ് ഫെസന്റുമായിട്ട് ചലഞ്ച് ചെയ്യാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഡൈബോ ആണെങ്കിൽ ഒരു ചിക്കൻ ഒരിക്കലും ഒരു ഫെസന്റിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്ന സമയത്ത് അവന്റെ ഫ്രണ്ടും അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാതെ എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിക്കുന്നുണ്ടാവും. ഡൈബോ അതിനെക്കുറിച്ച് ചിന്തിച്ച ശേഷം ശരി, നിനക്ക് അവിടെ പോയി മരിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഇതാ നിന്റെ ഡാഗർ. നിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെന്ന് ഞാൻ നിന്നോട് കള്ളം പറഞ്ഞു. ആക്ച്വലി 2 വർഷം മുമ്പ് ഒരു കടൽ തീരത്ത് വെച്ചാണ് നിന്നെ ഞാൻ കണ്ടെത്തിയത്. അവിടെ നീ ജീവന് വേണ്ടി പോരാടുകയായിരുന്നു. ഒരു അമേസിംഗ് ആയിട്ടുള്ള ഡോക്ടറാണ് നിന്നെ സുഖപ്പെടുത്തിയത്. എന്നാൽ നിന്നെ രക്ഷിച്ചതിന്റെ പേരിൽ ഒരു വലിയ തുക മെഡിക്കൽ ബില്ലായിട്ട് വന്നു. അത് വീട്ടാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ഒരു കില്ലർ ആവാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. പിന്നെ ഈ 7 എന്ന് പറഞ്ഞ പേരും ഞാനാണ് നിനക്ക് ഇട്ടത് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഹീറോ അവിടുന്ന് പോയിട്ടുണ്ടാവും. ഓ, അപ്പൊ ഞാൻ പറഞ്ഞൊന്നും അവൻ കേട്ടില്ലേ എന്ന് പറയുമ്പോ ഷാംഫയും അവിടുന്ന് പോകുന്ന സമയത്ത് ഡൈബോ ടെൻഷനായിട്ട് നീ തിരിച്ചു വന്നാൽ നിന്റെ കാലൊടിക്കും എന്ന് പറയുന്നുണ്ടാവും. ഹീറോ ആ ഡാഗർ തുറന്നു നോക്കുന്ന സമയത്ത് അത് മുഴുവൻ ക്രാക്കഡ് ആയത് കണ്ടിട്ട് ശരി വല്ലവനും പുല്ലും ആയുധം എന്ന് പറയുമ്പോ പ്രിൻസും അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അവർ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ അവന്റെ ഡാഗർ പൊട്ടിപ്പോകുന്നുണ്ടാവും. ആ സമയത്ത് പ്രിൻസും അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോ 13 അവളെ ശുരീക്കൻ വെച്ച് പ്രിൻസിനെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ഒരു അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അവനും അതിന്ന് ഡാജ് ചെയ്യുന്നുണ്ടാവും. അത് കണ്ടിട്ട് 13 ആണെങ്കിൽ അവന്റെ കാലിന്റെ താഴെയുള്ള ഡിവൈസിന് ഓട്ടോ ഡാജിങ് ഫങ്ഷൻ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ നിന്റെ അടുത്ത് എന്റെ ഐഡി ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ടാവും. പ്രിൻസ്, നീയല്ലേ സ്റ്റാനിയനായ ഡോക്ടർ ചെൻജെജയെ കൊന്ന ഷാൻവുവിലെ കില്ലർ 13, നിന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്റെ ഡാറ്റാബേസിലുണ്ട് എന്ന് പറയുന്ന സമയത്ത് 13 ആണെങ്കിൽ അവനെ മാത്രമല്ല പ്രിൻസ് ഓഫ് സ്റ്റാന്റെ തലയായിട്ട് ഷാൻവുവിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാരുടെ മുമ്പിലും ഞാനൊരു ഹീറോ ആയിരിക്കും എന്ന് പറയുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ അതാ അവിടെ ഒരു ഫ്ലൈയിങ് ചിക്കൻ എന്ന് പറയുമ്പോൾ പ്രിൻസ് അത് അവനെ പറ്റിക്കാൻ പറയുന്നതാണ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ ശരിക്കും ഷാംഫ അവിടുന്ന് പറന്നു വരുന്നുണ്ടാവും. അവൻ മസ്കുലർ ഫോമിലോട്ട് ട്രാൻസ്ഫോം ആയി ഒരു അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അത് ലെവൽ 10ലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് വെച്ച് തടുക്കുന്നുണ്ടാവും. 13 ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഹീറോക്ക് ഒരു സ്വാഡ് കൊടുക്കുന്ന സമയത്ത് അവനാണെങ്കിൽ അത് മര്യാദക്ക് പിടിക്കാൻ പറ്റാത്ത അവളെ മുന്നിൽ നാണം കെടുന്നുണ്ടാവും. ഡൈബോ ആണെങ്കിൽ ആ ഷാംഫ എന്നെ കൂട്ടാതെ പോയി, ഇങ്ങനെ തൊയഞ്ഞോണ്ടിരുന്ന എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും എന്ന് പറഞ്ഞ് ഹീറോന്റെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുകയായിരിക്കും. ഇവിടെ പ്രിൻസിന് നേരെ അവര് 3 പേരും അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അവനും ഈ ഷീൽഡിന് 3 അറ്റാക്ക് താങ്ങാൻ കഴിയില്ല, ഇനി എന്റെ അൾട്ടിമേറ്റ് ഫോം ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് കോമ്പാക്ട് മൂഡിലോട്ട് പോയി അവര് 3 പേരെയും ഒരേ സമയം അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. ഇവർക്കൊക്കെ വേണ്ടി ഈ ഹൈ ലെവൽ പവർ ഉപയോഗിക്കേണ്ടി വന്നത് വളരെ എംബാരസിംഗ് ആയിട്ട് തോന്നുന്നു എന്ന് പറയുമ്പോൾ ചെയർമാൻ ആണെങ്കിൽ നിന്റെ സൂട്ട് ആരാ ഡിസൈൻ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു പാൻറ്റെങ്കിലും ഇട്ടൂടെ എന്ന് പറഞ്ഞ സമയത്ത് അവരെയും അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. അത് കണ്ടിട്ട് 13 ആണെങ്കിൽ ഇവൻ നേരത്തേക്കാളും 10 ഇരട്ടി ഫാസ്റ്റ് ആണ് എന്ന് പറയുന്ന സമയത്ത് ഷാംഫേനെ കാണിക്കുമ്പോൾ അവൻ ഓൾറെഡി വീക്ക് ആയിട്ടുണ്ടാവും. ഹീറോ ആണെങ്കിൽ ഈ സൂട്ട് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്നത് അൺഫെയർ ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൈബോ ആണെങ്കിൽ ഇവിടെ ഒരു ലിഫ്റ്റെങ്കിലും വെച്ചൂടെ എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് മുകളിലോട്ട് വരുന്നുണ്ടാവും.
ഹീറോനെ പ്രിൻസ് അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് 13 അവനെ രക്ഷിച്ചിട്ട് ഇവനെ ഞാൻ മാത്രമേ കൊല്ലുള്ളൂ എന്ന് പറയുമ്പോ പ്രിൻസ് ആണെങ്കി എന്നാ ഒരുമിച്ച് ചാവൂ എന്ന് പറഞ്ഞ് ഒരു അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അത് പ്ലം ബ്ലൗസം ഡിഫൻസ് വെച്ച് തടുക്കുന്നുണ്ടാവും. അത് കാണുമ്പോ എന്നാ ഇത് തടുക്കൊന്ന് നോക്കാ എന്ന് പറഞ്ഞ് ഒരു ഹൈ ലെവൽ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഹീറോ ആ അറ്റാക്കിന്ന് അവളെ രക്ഷിക്കുന്നുണ്ടാവും. 13ഉം അവൻ എന്തിനാ അങ്ങനെ ചെയ്തേ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ലീഫിനെ പോലെ ട്രാൻസ്ഫോം ആയ ഹീറോ പ്രിൻസിന്റെ മേത്ത് 7 ഡേ ലോക്ക് ഇടുന്നുണ്ടാവും. ആ സമയത്ത് 13ഉം അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോ പ്രിൻസ് ടൈം ഫ്രീസ് ക്യാപ്സൂളിൽ അവളെ പിടിച്ചു വെക്കുന്നുണ്ടാവും. അത് കാണുമ്പോ ഹീറോ ആണെങ്കി നിന്റെ അടുത്ത് ഒരുപാട് ടെക്നോളജീസ് ഉണ്ടാവും, എന്നാ നീ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മറന്നുപോയി എന്ന് പറഞ്ഞ് അവന്റെ സിസർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോ 13 ആണെങ്കി അത് ഓൾറെഡി ബ്രേക്ക് ആയതല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. എന്നാ ആ പൊട്ടിപ്പോയ ഓരോ പീസും ഒരുമിച്ച് ചേർന്ന് അത് വീണ്ടും ഒരു സിസറായി മാറി നമ്മുടെ ഹീറോന്റെ അടുത്തേക്ക് വരുന്നുണ്ടാവും. ആ സമയത്ത് ഹീറോ ആണെങ്കി ഈ ഐലൻഡിലെ മറ്റുള്ളവർ ഇവിടം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. എന്നാ എന്റെ കാര്യോ എന്ന് ചിന്തിച്ച് അവൻ ആ ഐലൻഡിന് വേണ്ടി അവനെ തന്നെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടാവും. അത് കണ്ട് 13 ഷോക്കാവുന്ന സമയത്ത് ഷാംഫെ അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോ പ്രിൻസ് അങ്ങോട്ട് വന്നിട്ട് ഞാനിപ്പോ ഓൾമോസ്റ്റ് മരിച്ചേനെ, ഹ്യൂമൻസിന്റെ ഹാർട്ട് വളരെ വീക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഗൊറില്ല ഹാർട്ട് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഡൈബോ അങ്ങോട്ട് വരുന്നുണ്ടാവും. ഞാനാണ് കിങ് ഓഫ് ചിക്കൻ എന്ന് പറയുന്ന സമയത്ത് അവന് ശ്വാസം മുട്ടുന്നുണ്ടാവും. ഓ സ്റ്റെപ്പ് കയറി കയറി ഇപ്പൊ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നേനെ എന്ന് പറഞ്ഞ് വീണ്ടും എനർജറ്റിക് ആയി ആ ചെറുപ്പക്കാരൻ എന്റെ സലൂണിലെ ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് എന്ന് പറയുന്ന സമയത്ത് പ്രിൻസും നിങ്ങളെല്ലാവരും അനോയിങ് ആണ് എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോ ഡൈബോയും ഷാംഫേന്റെ അടുത്ത് 7ഉമായി ഇവിടുന്ന് എസ്കേപ്പ് ആവുക എന്ന് പറഞ്ഞിട്ട് അവനും ഓടുന്നുണ്ടാവും. 13 ആണെങ്കിൽ പ്രിൻസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോനെ കാണിക്കുമ്പോ അവന്റെ മൈൻഡിലാണെങ്കിൽ പാസ്റ്റ് മെമ്മറീസ് ഒക്കെ കടന്നു വരുന്നുണ്ടാവും. ഈ മിഷന് ശേഷം ഷാനുവിലെ തന്നെ ഏറ്റവും പവർഫുൾ ഷാഡോ കില്ലർ ആണ് നീ, പിന്നെന്തിനാ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഇത് കില്ലേഴ്സ് കോഡിനെതിരാണ്. ചീഫ് നിന്നെ കൊല്ലാൻ വേണ്ടി ഓർഡർ ഇട്ടിട്ടുണ്ട്, എല്ലാ കില്ലേഴ്സും ഇനി നിന്നെ തേടിയായിരിക്കും വരിക എന്ന് പറയുമ്പോ ഹീറോ ആണെങ്കി എനിക്കിത് ചെയ്തേ പറ്റൂ, എന്നെ തടയാൻ ആർക്കാ ധൈര്യം നോക്കാം എന്ന് പറഞ്ഞോണ്ടിരിക്കെ ആ പെണ്ണ് തന്നെ ഹീറോന്റെ മേത്ത് കത്തി ഇറക്കുന്നുണ്ടാവും. ആ സമയത്ത് മറ്റുള്ളവരും ഹീറോന്റെ അടുത്തേക്ക് വരുമ്പോ അവനാണെങ്കി ആ ഡാഗർ യൂസ് ചെയ്ത് ആ ബ്രിഡ്ജ് തന്നെ പൊട്ടിച്ച് റിവറിലോട്ട് വീഴുന്നുണ്ടാവും. ആ സമയത്ത് അവന്റെ ഡാഗർ കാണിക്കുമ്പോ അത് അന്ന് തന്നെ ക്രാക്ക്ഡ് ആയിരിക്കും. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് കഴിയുന്ന സമയത്ത് 13നെയും ഷാംഫേനെയും പ്രിൻസ് അടിച്ചിട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഞാൻ വിചാരിച്ചതിനേക്കാളും ഡ്യൂറബിൾ ആണ് എന്ന് പറയുന്ന സമയത്ത് ഹീറോയും മെല്ലെ എഴുന്നേൽക്കുന്നുണ്ടാവും. അത് കണ്ടിട്ട് പ്രിൻസും അവനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഹീറോ അവന്റെ പാസ്റ്റ് മെമ്മറീസോട് കൂടി അങ്ങോട്ട് വന്നിട്ട് എനിക്കിത് ചെയ്തേ പറ്റൂ, എന്നെ തടയാൻ ആർക്കാ ധൈര്യം നോക്കാം എന്ന് പറയുമ്പോ പ്രിൻസ് അവന്റെ പേഴ്സണാലിറ്റിയെ ചേഞ്ച് ആയത് കണ്ടിട്ട് ജെർക്കാവുന്നുണ്ടാവും. ഹീറോ അവന്റെ ഡാഗർ യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുന്ന സമയത്ത് 13നും അവളെ സൂപ്പർ വിഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. ഹീറോന്റെ അറ്റാക്ക് തടുക്കാൻ വേണ്ടി പ്രിൻസും ലെവൽ 20നുള്ള ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് ക്രിയേറ്റ് ചെയ്യുമ്പോ ഹീറോന്റെ ഡാഗർ അതും മറികടന്ന് പ്രിൻസിന്റെ കൈ വെട്ടുന്നുണ്ടാവും. ആ സമയത്ത് അവനും എൻ്റെ അടുത്തൊരു ലാസ്റ്റ് മൂവും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് റോബോട്ട് മൂഡ് ഇനീഷ്യേറ്റ് എന്ന് പറയുന്ന സമയത്ത് ആ എയർക്രാഫ്റ്റും അങ്ങോട്ട് വന്നിട്ട് പ്രിൻസ് അതിൻ്റെ ഉള്ളിലോട്ട് കയറി നിങ്ങളെല്ലാവരും മരിക്കാൻ പോവുക എന്ന് പറഞ്ഞ് അത് ഓപ്പറേറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ ഡാഗർ ഉപയോഗിച്ച് 2 പീസ് ആക്കുന്നുണ്ടാവും. അത് കാരണം പ്രിൻസും ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവിടുന്ന് എസ്കേപ്പ് ആവുന്നുണ്ടാവും. ഡൈബോ അങ്ങോട്ട് വന്നിട്ട് നീ അമേസിംഗ് ആയിട്ട് ഫൈറ്റ് ചെയ്തു എന്ന് പറയുമ്പോ ഹീറോ ആണെങ്കിൽ നിനക്ക് മരിക്കാൻ താല്പര്യമില്ലെങ്കിൽ എൻ്റെ മുന്നിൽ നിന്ന് മാറ്, ഞാൻ ഷാൻവുവിലെ ഒരു ഷാഡോ കില്ലറാണ് എന്ന് പറഞ്ഞ് അപ്കോൺഷ്യസ് ആവുന്നുണ്ടാവും. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സൂപ്പർ വിഷൻ ഉപയോഗിച്ച് 13 അവളെ മാസ്റ്ററിനെ കാണിക്കുന്നുണ്ടാവും.
അത് കണ്ടിട്ട് അവളെ മാസ്റ്റർ ആണെങ്കി ഹീറോനെ കൊന്നിട്ട് ആ ഡാഗർ എടുത്തോണ്ടാൻ ഓർഡർ ഇട്ടിട്ട് ഇവൻ ഇപ്പോഴും ജീവനോടെയുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. നമ്മുടെ ഹീറോനെ സർജറിക്ക് വേണ്ടി കയറ്റുന്ന സമയത്ത് ബാക്കിയുള്ളവരൊക്കെ അവന് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഡൈബോ ഷാംഫേന്റെ അടുത്ത് നമ്മളെ ഹീറോന്റെ പേഴ്സണാലിറ്റി ചേഞ്ച് ആയിട്ടുണ്ടാവോ എന്ന് ചോദിക്കുമ്പോ ചെയർമാൻ ആണെങ്കി ഈ ഐലൻഡിന്റെ സേഫ്റ്റിക്ക് വേണ്ടി അവനെ ഫിനിഷ് ചെയ്യണം എന്ന് പറഞ്ഞ് മിസൈലായിട്ട് നിൽക്കുന്നുണ്ടാവും. എന്നാ കോളയാണെങ്കി അവനാണ് നമ്മളെല്ലാരും രക്ഷിച്ച എന്ന് പറയുമ്പോ ചെയർമാൻ അത് കേട്ടിട്ട് നീ ആ സമയത്ത് അവൻ എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോയും അങ്ങോട്ട് വരുന്നുണ്ടാവും. അവിടെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ഇന്നെന്താ എല്ലാവർക്കും ഹെയർ കട്ട് വേണോ? ശരി, ആദ്യം ആരാ വരുന്നേ എന്ന് ചോദിക്കുമ്പോ എല്ലാരും ഹീറോ ഓക്കെ ആണല്ലോ എന്ന് ചിന്തിച്ച് ഹാപ്പി ആവുന്നുണ്ടാവും. എന്നാ ഹീറോ അവന്റെ സീസർ അന്വേഷിക്കുന്ന സമയത്ത് ഇവിടെ 13ന്റെ അടുത്ത് ഒരാള് നിങ്ങൾ തന്ന ആ സീസർ ഇനി റിപ്പയർ ചെയ്യാൻ കഴിയില്ല, അതിന് പകരം ഞാനൊരു ന്യൂ പെയർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് അവളും അത് വലിച്ചെറിയുന്നുണ്ടാവും. അങ്ങനെ ആ സിസർ ആ ഐലൻഡ് മുഴുവൻ ചുറ്റി നമ്മുടെ ഹീറോന്റെ അടുത്ത് എത്തുന്നതോടെ സീസർ 7ന്റെ സീസൺ 1 അവസാനിക്കുന്നു. ഗൈസ്, ഈ അനിമയിലൂടെ എനിക്ക് മനസ്സിലായ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നം ഫേസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷം ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നതാണ്. അപ്പോൾ ഈ അനിമിക്ക് സീസൺ 1ന് ശേഷം 4 സ്പെഷ്യൽ എപ്പിസോഡ്സ് ഉണ്ട്. അത് ഞാൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ കമന്റ് അറിയിക്കുക. പിന്നെ സീസൺ 2 ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് പുതിയ അനിമീസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ആ കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളെ കമ്മ്യൂണിറ്റി ടാബിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗായ്സ്.